ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് കൂടി ചേരുകയാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കൊല്ലത്തെ അതിശക്തമായ സമരത്തിൻ്റെതാണ്. കമലേഷ്, തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഈ ദൃശ്യങ്ങൾ കൊല്ലത്തേതാണ്. തിരുവനന്തപുരത്ത് അല്പം മുമ്പ് മണിക്കൂറുകളോളം നീണ്ട അതിശക്തമായ സമരമായിരുന്നു. പോലീസ് സേനയ്ക്കൊന്നും തടുക്കാനാകാത്ത വിധമുള്ള യുവജന രോഷമാണ് നമ്മൾ കണ്ടത്. പിരിഞ്ഞു പോകണമെന്ന നിലയിൽ ബാനറുകൾ ഉയർത്തേണ്ടി വന്നു പോലീസിന്. പക്ഷേ അതിനെയും കൂസാതെ പല റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഒന്നും ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചിട്ടുമൊക്കെ ശക്തമായ യുവജന രോഷമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് തിരമ്പി എത്തിയത്. ഇനി ഉച്ചയ്ക്ക് ശേഷം SFIയുടെ പ്രതിഷേധ സമരവുമുണ്ട് അല്ലെ? അത് രാജ്ഭവന് മുന്നിലാണെന്ന് തോന്നുന്നു. ഏതൊക്കെ നിലയിലുള്ള പ്രശ്നങ്ങളും മുന്നറിയിപ്പുകളുമാണ്, അതുപോലെ രാഷ്ട്രീയ വിമർശനവുമാണ് ഈ സമരത്തിലൂടെ ഡിവൈഎഫ്ഐ രാവിലെ നടത്തിയത്. ഒപ്പം AYFന്റെയും സമരം ഉണ്ടായിരുന്നു അല്ലെ? ശരത്, തീർച്ചയായും ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ, സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുന്നതിനെതിരെ VCക്കും ഈ ഗവർണർക്കുമെതിരായ വലിയ രോഷം തന്നെയാണ് ഈ പ്രക്ഷോഭങ്ങളിലെല്ലാം കാണാനായത്. ഈ വിഷയം SFI തുടങ്ങി എങ്കിൽ പോലും അത് പിന്നീട് യുവജന സംഘടനകൾ ഉൾപ്പെടെ DYFIയും AYFും ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സമരത്തിന് SFI നേതൃത്വം കൊടുത്തു. അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ DYFIയും സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ചാണ് ഇന്ന് നടത്തിയത്. നൂറുകണക്കിന് ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ബാരിക്കേഡിനും മുകളിൽ കയറിയും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. 3-4 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. വളരെ ശക്തമായ താക്കീത് തന്നെയാണ് ഗവർണർക്കും അതുപോലെ തന്നെ VC മോഹനൻ കുന്നുമ്മലിനും DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, DYFIയുടെ നേതാക്കൾ ഉൾപ്പെടെ നൽകുന്നത്. ഈ നിലയിൽ RSSന്റെ തിട്ടൂരം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ നിലയിൽ സിൻഡിക്കേറ്റിനാണ് സർവകലാശാലയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ പരമാധികാരം എന്ന് പറയുന്നത്. അതിൻ്റെ അധികാരങ്ങൾ കൂടി കവർന്നെടുക്കുന്ന നിലയിലേക്ക് VC മാറുന്നു. അത് അംഗീകരിക്കില്ല. ഹൈക്കോടതിക്ക് മുകളിലല്ല ഒരു VCയും എന്ന നിലയിലേക്ക് തന്നെയാണ് വളരെ കൃത്യമായി DYFI ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും SFIയും ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചും SFIയുടെ ഭാഗമായി ഇന്ന് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ അത് രാജ്ഭവന് മുന്നിലാണ് വലിയ ഒരു പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. പോലീസ് ഇവിടെ 3 പാളികൾ അല്ലെങ്കിൽ 3 ലെയർ ബാരിക്കേഡുകളാണ് തീർക്കുന്നത്. ഒന്ന് ഇവിടെ തൊട്ട് പുറകിലായി ഒരു 25 മീറ്റർ മാറി അപ്പുറത്ത് രണ്ടാമത്തതും അതിനും അപ്പുറത്ത് മൂന്നാമത്തെ 3 പാളികളായി ബാരിക്കേഡ് തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഗവർണറുടെ, അതായത് രാജ്ഭവന് മുന്നിലുള്ള ഈ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ സമരം കൊണ്ടുപോകുന്നുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രതിഷേധ മാർച്ചുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ സമര കേന്ദ്രം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാജ്ഭവൻ തന്നെയാണ്. രാജ്ഭവനെതിരെ അല്ലെങ്കിൽ ഗവർണറുടെ ഇത്തരം ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള ഈ ഇടപെടലുകൾക്കെതിരെയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരിക്കും രാജ്ഭവന് മുന്നിൽ ഉണ്ടാവുക. ശരത്.